രാജ്യത്തിന്റെ ആത്മാവും നട്ടെല്ലുമാണ് ഇവിടുത്തെ കർഷകർ. നമ്മുടെയെല്ലാം അന്നദാതാക്കളാണവർ. താങ്ങുവില അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളാത്തതിനെതിരെയുള്ള ഡൽഹി ചലോ മാർച്ചാണിത്. കർഷകരുടെ സമരത്തെ നേരിടുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന സന്നാഹങ്ങൾ നോക്കൂ. കർഷകർ ട്രാക്ടറുകളുമായി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ആ ട്രാക്ടറുകളുടെ ടയറുകൾ പഞ്ചറാക്കി അവരെ പിന്തിരിപ്പിക്കുവാനുള്ള പോലീസിന്റെ പുത്തൻ ആയുധമാണിത്. 3 ഇഞ്ചോളം നീളമുള്ള കുന്തമുനയ്ക്ക് സമാനമായ ഇരുമ്പാണികൾ ചേർത്തുണ്ടാക്കിയ ഉപകരണം. കർഷകരുടെ 1500-ൽ അധികം വരുന്ന ട്രാക്ടറുകളെ തടയുവാനുള്ള മറ്റു സജ്ജീകരണങ്ങൾ നോക്കൂ. അതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന ട്രാക്ടറുകളുടെ ചക്രങ്ങളെ നിശ്ചലമാക്കാനായി റോഡിൽ ഇരുമ്പാണി തറച്ച പലകകൾ വിന്യസിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഭേദിച്ചെത്തുന്ന കർഷകരെ തടയുവാനാണ് ഈ പോലീസുകാരും അർദ്ധസൈനികരും കോൺക്രീറ്റ് മതിലുകൾക്ക് മുകളിൽ കാത്തിരിക്കുന്നത്. സിംഗു, ഡിക്രി, ഗാസിപ്പൂർ എന്നീ 3 അതിർത്തി പോയിന്റുകളിലും വളരെ ഉയരത്തിലുള്ള ബാരിക്കേഡുകളും കോൺക്രീറ്റ് ബ്ലോക്കുകളും സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, കണ്ടെയ്നർ മതിലുകൾ മുതൽ ഇരുമ്പാണികൾ വരെയുണ്ട് കർഷകർക്കെതിരായ പോലീസിന്റെ ആയുധശേഖരത്തിൽ. ഈ ഉയർന്നു പൊങ്ങുന്ന ഡ്രോണിൽ നിന്നും താഴേക്ക് പതിക്കുന്നത് കണ്ണീർ വാതക ഷെല്ലുകളാണ്. ഹരിയാന പോലീസ് ഇന്ന് അംബാലയ്ക്ക് സമീപമുള്ള ശംഭു അതിർത്തിയിൽ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ണീർ വാതക ഷെൽ പരീക്ഷിക്കുന്ന ദൃശ്യങ്ങളാണത്. മറ്റൊന്നിനുമല്ല, കർഷകരെ തുരത്തുവാൻ വേണ്ടി മാത്രം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർക്കെതിരെ അല്പം മുമ്പ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണിത്. ഒന്നും കാണാനാവാത്ത തരത്തിലും ശ്വസിക്കാനാവാത്ത തരത്തിലും പുക ഉയരുമ്പോൾ നമ്മളെയെല്ലാം ഊട്ടുന്ന കർഷകർ ഇവിടെ നിന്നും ചിതറി ഓടുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെയും തീവ്രവാദികളെയും അയൽ രാജ്യത്തെ പട്ടാളക്കാരെയും നേരിടുന്നതിന് സമാനമായാണ് കേന്ദ്ര സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് കർഷകരെ തടയുന്നത്. കർഷകരും പോലീസും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് അരങ്ങേറുന്നത്. ഡ്രോൺ ഉപയോഗിച്ചാണ് കർഷകരുടെ ചെറിയ മൂവ്മെന്റുകൾ പോലും പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് അതേ ഡ്രോൺ ഉപയോഗിച്ച് തന്നെ അവരുടെ നേർക്ക് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയാണ്. സിംഗു അതിർത്തിയിലും കർഷകരെ കാത്തിരിക്കുകയാണ് പോലീസ്. ബാരിക്കേഡുകൾ കൂടാതെ അതിനു മുകളിൽ ഇരുമ്പ് മുള്ളുവേലികൾ കൂടി സ്ഥാപിച്ച് സർവ്വസജ്ജരായാണ് പോലീസ് നില ഉറപ്പിച്ചിരിക്കുന്നത്. സിംഗു അതിർത്തിയിൽ നിന്നും 24 പ്രതിനിധി നിതിൻ അംബുജൻ നൽകിയ വിവരങ്ങൾ കേട്ടുനോക്കൂ. സിംഗു അതിർത്തിയിലും സമാനമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ മുള്ളുവേലി സ്ഥാപിച്ച് അങ്ങനെ കർഷകരുടെ എല്ലാ നീക്കങ്ങളും പ്രതിരോധിക്കുക തന്നെയാണ് ഡൽഹി പോലീസ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ കണ്ടെയ്നറുകളിൽ മണൽ നിറച്ച കണ്ടെയ്നറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണൽച്ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് കർഷകരുടെ നീക്കമെല്ലാം തന്നെ തടയുക എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സേനകളുടെയും ലക്ഷ്യം. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സിംഗു അതിർത്തി കൂടാതെ ഗാസിപ്പൂർ, തിക്രി അടക്കമുള്ള വിവിധ അതിർത്തികളിൽ ഇതിനം തന്നെ പോലീസ് ഒരുക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 64 കമ്പനി അർദ്ധസേനകളെയാണ് വിവിധ ജില്ലകളിലായി പോലീസ് ഇപ്പോൾ ഹരിയാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല 50ഓളം കമ്പനി പോലീസ് സേനയും നിയോഗിച്ചിട്ടുണ്ട്. 2020 നവംബർ 26 കർഷക സമരം നമുക്കറിയാം. സിംഗു അതിർത്തിയിലെത്തിയ കർഷകർ ഏതാണ്ട് 1 വർഷക്കാലമാണ് ഈ ദേശീയപാതയിൽ ക്യാമ്പ് ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഒരുക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. ഏതാണ്ട് ഈ അതിർത്തിയിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള സിംഗു ടോൾ പ്ലാസയിൽ വെച്ച് തന്നെ കർഷകരെ തടയുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി അഥവാ കർഷകർ മുന്നോട്ടേക്ക് നീങ്ങിയാൽ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. അവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ തീർക്കുന്നു, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തീർക്കുന്നു. അതിന് മുന്നോടിയായി തന്നെ ഒരു ബാരിക്കേഡുകൾ ഏതാണ്ട് 100 മീറ്റർ അകലെ ഇതിനം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ 500 മീറ്റർ മുൻപ് തന്നെ പോലീസ് ഇപ്പോൾ തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. ഏത് വിധേനയും പോലീസ് തടയാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം മറികടന്ന് ഡൽഹിയിലേക്ക് മാർച്ചുമായി മുന്നോട്ട് നീങ്ങും എന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ പ്രഖ്യാപനം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. നോക്കിപ്പോൾ കർഷകരുടെ മാർച്ച് മുന്നോട്ട് പോയാൽ ഏത് വിധേയ തടയാനുള്ള നടപടികളാണ് പോലീസ് ഇവിടെ സ്വീകരിച്ചു വരുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകും. ഇവിടെ മുള്ള് സ്ഥാപിച്ച് കർഷകരുടെ വാഹനങ്ങളെല്ലാം തന്നെ പഞ്ചറാക്കാനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സിംഗു അതിർത്തിയിലെ ഈ ഫ്ലൈ ഓവറിന് താഴെയുള്ള ദൃശ്യമാണിത്. ഇവിടെ കോൺക്രീറ്റ് ബാരിക്കേഡും അതോടൊപ്പം തന്നെ പോലീസിന്റെ മറ്റ് ബാരിക്കേഡുകളും കൂടാതെ കണ്ടെയ്നറും അവിടെ. എന്നാൽ കർഷകരുടെ ആവശ്യങ്ങൾ തീർത്തും ന്യായമാണെന്ന നിലപാടാണ് ഡൽഹി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലസ്ഥാനത്തേക്ക് കർഷകർ നടത്തുന്ന മാർച്ച് കണക്കിലെടുത്ത് ഭവാന സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കി മാറ്റുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് ഡൽഹി ഭരണകൂടം. ഡൽഹി ആഭ്യന്തരമന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിന് ഇത് സംബന്ധിച്ച കത്തെഴുതുകയും ചെയ്തു. സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കി മാറ്റുവാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന് അനുമതി നൽകേണ്ടെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാർ കർഷക സമരത്തെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുമ്പോൾ കർഷക മാർച്ചിന് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ് ഡൽഹി ഗവൺമെന്റ്.